നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കണം. ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ മാറി ചെറുതായിട്ട് തണുപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇലയുടെ കളറൊക്കെ മാറിയത് നമ്മൾ മിക്ക വീഡിയോയിലും നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്തെത്താറായല്ലോ. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല സൂപ്പർ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പം ഉള്ള വിശേഷം എന്ന് പറയല നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം. ചിക്കൻ കറിയിലേക്ക് നമുക്ക് ചതച്ച കുരുമുളക് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ അടുത്തത് ചേർക്കുന്നത് നമ്മൾ ചതച്ചെടുത്തേക്കണ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് ചേർക്കാണ്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കറിവേപ്പില, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ചിക്കൻ മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചിക്കൻ വേവാനുള്ള വെള്ളം വരും. സ്പൂണിനേക്കാൾ നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ അടപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി മൂടി വയ്ക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ അതാ 2 സവോള എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് വലുത്, ഒരെണ്ണം കുറച്ച് ചെറുത്. പിന്നെ അതാ ഇതേപോലത്തെ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഒരു 8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചുവന്നുള്ളി നമുക്ക് കട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. നമ്മുടെ ചിക്കൻ വെച്ചിട്ട് എന്തായിന്നോട്ടെ. ഓക്കെ, തീ കുറച്ച് വെക്കട്ടെ. കാരണം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആ ജ്യൂസ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ തീ പെട്ടെന്നാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കില്ല. അതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെക്കണം. സവോളയ്ക്ക് നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. കാരണം വലിയ പീസായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ കറിയുടെ ഈ ഗ്രേവിയുടെ കൂടെ ഇതങ്ങോട്ട് ചേർന്ന് വരില്ല. ഇഞ്ചി എന്നാലും നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കണുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിക്ക് നമ്മൾ ഒരുപാട് എടുത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വേണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എന്തായിരുന്നോട്ടെ. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്. കാരണം വെള്ളം സെപ്പറേറ്റ് ഒഴിച്ചിട്ട് വേവിക്കരുത്. ആ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കിടന്നിട്ടാണ് ചിക്കൻ വെന്ത് കിട്ടുന്നത്. അത് എന്ത് മീറ്റായിരുന്നാലും അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും അതിന് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കറിക്ക് ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മീറ്റ് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇനി ബാക്കിയുള്ള വേവ് നമ്മുടെ മസാലയിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മസാലകൾ ചേർക്കട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്.
കടുകൊന്ന് പൊട്ടട്ടെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 8 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം പീസ് പട്ട എടുത്തിട്ടുണ്ട്, കറുകപ്പട്ട ഉണ്ടല്ലോ, കറുകപ്പട്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം ചേർക്കണം. നമ്മുടെ കടുക് കണ്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം, 1 ടീസ്പൂൺ കേട്ടോ. പെരിഞ്ജീരകവും നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ മുഴുവനായിട്ടുള്ള മറ്റേ സ്പൈസസ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കാം. ഏലക്കായ ചേർക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് ചേർത്തോട്ടെ. മുഴുവൻ തേപ്പാടി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തേക്ക് പൊട്ടി തെറിക്കൂട്ടോ. അപ്പോൾ ഈ ചെറിയ തീയിൽ കിടന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ പുറത്തേക്ക് വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് നമ്മൾ സവോളയും ഇഞ്ചിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒന്ന് നന്നായിട്ട് മൊരിയണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ സവോളയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ സവോളയുടെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ശരിക്കും മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചൊരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ചേർക്കാം നമുക്ക്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതെല്ലാവരും ചേർക്കട്ടെ. നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി ഞാൻ കട്ട് ചെയ്യാണ്ട് മുളകത്തേപ്പാടി അത് ഇട്ടേക്കുന്നത്. അത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കുഞ്ഞ് ചുവന്നുള്ളി നോക്കിയിട്ട് എടുത്തോട്ടെ. നാട്ടിലേക്ക് ആകുമ്പോൾ നമുക്ക് ചുവന്നുള്ളി വേണ്ടത് കിട്ടുമല്ലോ. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ സവോളയ്ക്കും വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല, കാരണം നമ്മൾ ചിക്കൻ മപ്പാസാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കണം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചതച്ച കുരുമുളക് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇത് പച്ചമുളക് ഇരുന്നിട്ട് പഴുത്തതാട്ടാ. ഇത് നമ്മളന്ന് അലിനയുടെ അവിടെ പോയപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അറിയില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ച മുളക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കണില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ചേർത്തോട്ടെ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. നമ്മൾ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും 1/2 ടേബിൾ സ്പൂണും കൂടിയിട്ട് ചേർക്കാം. പിന്നെ വേറെ മസാലപ്പൊടികൾ ചേർക്കണില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാല ആയിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികൾ ചേർക്കണില്ല. ഗരം മസാല ചേർക്കും, പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും നമ്മൾ ചേർക്കണില്ല. ഇതിനകത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കുറവുണ്ട്, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എന്നാലും നമുക്ക് ഈ മല്ലിപ്പൊടി ശരിക്കാണ്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടുതൽ സവോളയൊക്കെ ഇട്ടിട്ട് വഴറ്റുന്ന സമയത്ത് അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 3/4 ഭാഗം വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 1/4 ഭാഗം ഒഴിക്കുക. കാരണം നമ്മൾ സവോള കൂടുതൽ ചേർക്കുമ്പോൾ എന്തോരം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചാലും അത് ആ സവോള അതെല്ലാം വലിച്ചെടുക്കും. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഈ മസാലപ്പൊടിക്ക് മൊരിയാനുള്ള വെളിച്ചെണ്ണ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തോട്ടെ. അപ്പോൾ ശരിക്കും നമ്മൾ ആ മസാലപ്പൊടി ശരിക്കാണ്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ആയിരുന്നാലും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ വേവിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ അത് ചേർക്കട്ടെ. അത് ഇങ്ങനെ ചിക്കൻ വേവിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചിക്കൻ നമുക്ക് ഇതിലേക്ക് വേവിക്കാണ്ട് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കാരണം ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും. ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ എടുത്താലും നല്ല ടേസ്റ്റാണ്.
ചിക്കൻ വേവിച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ മസാലയിലേക്ക് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ എന്നാലും ചിലർ പറയാറില്ല ആ ചിക്കൻ്റെ ഒരു 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 മുഷ്ക് മണം ഉണ്ടല്ലോ, ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അത് ഇങ്ങനെ വേവിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ കുരുമുളകിലൊക്കെ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ശരിക്കും നാടൻ ചിക്കനൊക്കെ നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ മസാല ഇടുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ബ്രോയിലർ ചിക്കനാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് മൂടി വയ്ക്കുക, ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. നമ്മുടെ കുഞ്ഞുള്ളി കയറുന്നാലും ഇനി അത് കിടന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോഴായിരിക്കും ഈ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ടിന്നിൽ കിട്ടുന്ന തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു തേങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1-ാം പാല് ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2-ാം പാല് ഞാനിവിടെ കുറച്ച് പാല് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കറിക്ക് നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ എനിക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ 2-ാം പാല് കുറച്ച് കൂട്ടിയിട്ട് എടുത്തോട്ടെ. അപ്പോൾ ഈ നമുക്ക് ഇതിലേക്ക് 2-ാം പാല് ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കാണ്. അതവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം തക്കാളി നമുക്ക് സെപ്പറേറ്റ് നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ടാണ് ഇടുന്നത്. ഇതിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു കറിയാണത്. നമ്മൾ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ ആകുമ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നമ്മൾ ഈ കറി ഉണ്ടാക്കും. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അത് ഈ ഫ്രോസൺ തേങ്ങ എടുത്തിട്ട് പാലെടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം. അതായത് നമ്മൾ പലരും എടുക്കുന്ന ഗരം മസാല ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഫസ്റ്റ് കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ മപ്പാസിനെ കുറച്ചും കൂടിയും അതിൻ്റെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും പിന്നെ ഒരു കുറച്ചും കൂടി നല്ലൊരു റിച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ കശുവണ്ടി പേസ്റ്റ് ചേർക്കുക, കശുവണ്ടി അരച്ചിട്ട് പേസ്റ്റ് ചേർക്കുക, അല്ലെങ്കിൽ ബദാം അരച്ചിട്ട് പേസ്റ്റ് ചേർക്കുക. ഒരു പിടി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബദാം അരച്ച് വെച്ചിട്ടുണ്ട്, ഒരു പിടിയാണ് എടുത്തേക്കുന്നത്. ആ പേസ്റ്റും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതും കൂടിയിട്ട് ചേർക്കാം. അതിപ്പോൾ കശുവണ്ടി ആയിരുന്നാലും കുഴപ്പമില്ല, ബദാം ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ കശുവണ്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ ബദാം ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളതൊന്ന് മൂടി വയ്ക്കുകയാണ്. കാരണം ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിലേ അത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായിട്ട് വരുള്ളൂ. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ചു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് തുറന്ന് വെച്ചു. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ തിളച്ച് പോകും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിതിലേക്ക് ബദാം അരച്ചേക്കണം പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബദാം അരച്ചെടുത്താൽ ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല. തേങ്ങാപ്പാൽ നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അല്ല, കറിയിലേക്ക് തേങ്ങാപ്പാൽ ഓൾറെഡി നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. കാരണം പിന്നെ ഈ കറിയിലേക്ക് വെള്ളം കൂടിയിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് 1-ാം പാല് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ 1-ാം പാല് ചേർക്കാൻ പോണതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കറിയുടെ ഈ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 1-ാം പാല് ചേർത്താൽ മതി. കാരണം 1-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ നേരിട്ടിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് വറ്റി വരാനുണ്ട്, ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ല കറക്റ്റ് ഭാഗമാണ്. ഇതിലേക്ക് നമ്മൾ 1-ാം പാല് ചേർക്കട്ടെ. അപ്പോൾ ഇനി നമ്മുടെ കട്ടിപ്പാല് ചേർക്കാം. നിങ്ങൾ ഗരം മസാല ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഇച്ചിരി കൂടി പുളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഇച്ചിരി വിനീഗറും കൂടിയിട്ട് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, കറി പിരിഞ്ഞൊന്നും പോവില്ല.
കാരണം ഒന്ന് തിളയ്ക്കണം, അല്ലെങ്കിൽ ആ കറി പെട്ടെന്ന് കേടുവരും. നോക്കിക്കേ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നോക്കിക്കേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അതാ സൂപ്പർ കറി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ അടുത്തത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് നമുക്കൊന്ന് താളിച്ചിട്ടിടാം. അപ്പോൾ ഞാൻ നെയ്യിലാട്ടോ താളിച്ചിട്ടിടുന്നത്. കശുവണ്ടി വേണമെന്ന് വെച്ചാൽ കശുവണ്ടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ കശുവണ്ടി എൻ്റെ അടുത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ഉണക്കമുന്തിരിയായിട്ടാണ് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇനിയിപ്പോൾ ക്രിസ്മസിന് ഇനിയിപ്പോൾ കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല രുചിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഇത് ഈ പാത്രത്തിലിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. നല്ല രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ എന്തായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ ആ ചിക്കൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ വേവിച്ചിട്ടല്ലേ വെച്ചത്. അങ്ങനെ ചെയ്യുമ്പോഴായിരുന്നാലും ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. സാധാരണ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ, നേരിട്ട് ചിക്കൻ ഇടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട് ചിക്കന് ഒരു എന്താ പറയുക, ചിക്കൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ വേവിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഇനി ഞാൻ കഴിച്ചതാട്ടെ, ചാറെടുത്തിട്ട് കഴിച്ചതാണ്. ഈ ചാറുണ്ടല്ലോ അതിനകത്ത് ഞാൻ ഈ സെർവിങ് പാത്രത്തിലേക്ക് പാർത്തി കഴിഞ്ഞിട്ട് കുറച്ച് ചാറ് നമ്മുടെ ഉണ്ടാക്കിയിരുന്ന ഈ വോക്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയ തീയിലിരിക്കണ്ടായിരുന്നു. അപ്പം ആ കുറച്ച് ചാറ് എന്തുണ്ടായിരുന്നത് ഇരുന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര രുചിയാണ്, നല്ല രസമുണ്ട്. എന്തുകൊണ്ട് ഇഷ്ടം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം.